പുസ്തകം വഴിപാടായ അറിവിനെ ആരാധിക്കുന്ന ഒരു ദേവാലയമുണ്ട് ചെറുപുഴയിൽ. ചെറുപുഴ പ്രാപ്പോയിൽ കക്കോട് കിഴക്കേക്കരയിലാണ് പുസ്തകം പ്രതിഷ്ഠയാക്കിയ നവപുരം മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ചെറുപുഴ പ്രാപ്പോയിൽ കക്കോട് കിഴക്കേക്കരയിലാണ് പുസ്തകം പ്രതിഷ്ഠയാക്കിയ നവപുരം മതാതീയ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നാരായണൻ വീട്ടുപറമ്പിൽ തീർത്ത പുസ്തകാരാധനാ കേന്ദ്രത്തിന് ചെറുശ്ശേരി ഗ്രാമം എന്നാണ് പേര്. ചെറുശ്ശേരിയോടുള്ള ആദരസൂചകമായാണ് ചെറുശ്ശേരി ഗ്രാമമെന്ന് നവപുരത്തിന് പേരിട്ടിരിക്കുന്നത്. 30 അടി ഉയരമുള്ള ഭീമൻ പാറക്കല്ലിന് മുകളിലാണ് ഗ്രന്ഥപ്രതിഷ്ഠയുള്ളത്. 5000-ലധികം പുസ്തകങ്ങളുള്ള പടിപ്പുര കടന്നുവേണം കല്ലിന് മുകളിലുള്ള ഗ്രന്ഥപ്രതിഷ്ഠയ്ക്കടുത്തെത്താൻ. പരിസ്ഥിതിയെ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. വിജ്ഞാനമാണ് ദൈവം, വിശാല ചിന്തയും വിചിന്തനബോധവുമാണ് മതം, വിനയമാർന്ന വിവേകമാണ് വഴി എന്നീ 3 വാക്യങ്ങൾ ഗ്രന്ഥപ്രതിഷ്ഠയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചെറുശ്ശേരിയുടെയും ബുദ്ധന്റെയും പ്രതിമകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പരിപാടികൾ അവതരിപ്പിക്കുന്നതിനായി ചെറുശ്ശേരി മണ്ഡപവും ചർച്ചകൾക്കായി സംവാദ മണ്ഡപവുമുണ്ട്. സംവാദ മണ്ഡപത്തിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും സംവദിക്കുന്ന ചുവർശില്പവും ഒരുക്കിയിട്ടുണ്ട്. 3 എഴുത്തുപുരകളിലായി 20 പേർക്ക് താമസിക്കാനുള്ള സൗകര്യവും കൂടിയതാണ് നവപുരം മതാതീയ ദേവാലയം. ചെറുപുഴയിൽ PNs എന്ന പേരിൽ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്റർ തന്റെ വരുമാനമൊക്കെയും ചെലവാക്കിയാണ് മതാതീയ ദേവാലയം വികസിപ്പിച്ചെടുത്തത്. എല്ലാ ആരാധനാലയങ്ങളിലും ഉള്ളതുപോലെ ഉത്സവങ്ങളും വഴിപാടുകളുമെല്ലാം ഇവിടെയുമുണ്ട്. എല്ലാം പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നു മാത്രം. ജാതിമതലിംഗഭേദമന്യേ ആർക്കും വരാവുന്ന സ്വതന്ത്രമായൊരിടമാണ് ഇതെന്ന് നാരായണൻ മാസ്റ്റർ പറയുന്നു. ഈ ദേവാലയം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജാതി, മതം, കക്ഷിരാഷ്ട്രീയം, ഭാഷ, ലിംഗം ഇതിൽ ഒന്നിലും പെടാതെ, അല്ലെങ്കിൽ ഇതിനെല്ലാം അപ്പുറത്തേക്കുള്ളൊരു സഞ്ചാരമാണ് നവപുരം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ എന്ന നിലയിൽ മഹത്തായ ഒരു മാനവ സംസ്കാരത്തെ നവപുരം പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. കർമ്മബദ്ധമായ ജ്ഞാനത്തെയാണ് നവപുരം ആരാധിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് സന്ദർശകരായി ഇവിടെ എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.